സ്തോത്രം. പ്രിയ സഹോദരങ്ങളെ, ഈ കാണുന്ന വ്യക്തികൾ ലോകത്തിലേറ്റവും അറിയപ്പെടുന്ന വ്യക്തികളാണ്. റെസ്ലിംഗ് നോക്കുന്നവർക്ക് ഇവരെ നല്ലതുപോലെ പരിചയം കാണും. ഇവർക്കൊരു വിരുന്നൊരുക്കി റെസ്ലിംഗ് മേധാവി. ആ വിരുന്നിൽ ഇവർ ഭക്ഷണത്തിന് ഇരിക്കുമ്പോൾ അതിൻ്റെ മുമ്പിലിരുന്നു കൊണ്ട് കർത്താവായ യേശു ക്രിസ്തുവിനോടുകൂടെ പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥിച്ചിട്ട് ഇവർ ഭക്ഷണം കഴിക്കുകയാണ്. ഇത് ഇന്ന് ലോകത്തിൽ പല സ്ഥലങ്ങളിലും ഇത് മാധ്യമങ്ങളിൽ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും ഇവർ എത്രമാത്രം കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വാസം അർപ്പിച്ചിരിക്കുന്നുവെന്ന്. തങ്ങൾ ചെയ്യുന്ന ആ മത്സരത്തിൽ പോലും ജീവൻ വരെ നഷ്ടപ്പെടാം എന്നുള്ള ആ മത്സരത്തിൽ പോലും ഇവർ കർത്താവിൽ എത്രമാത്രം ആശ്രയിച്ചു കൊണ്ടാണ് ഈ കാര്യങ്ങളെ ചെയ്യുന്നുവെന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. ഇത് കണ്ടുകൊണ്ട് നാം ഓരോരുത്തർക്കും നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. പ്രിയമുള്ള സഹോദരങ്ങളെ, മനുഷ്യൻ്റെ ജീവിതത്തിൽ പ്രാർത്ഥന എന്ന് പറയുന്ന ഒരു ജീവിതം ഏറ്റവും വിലപ്പെട്ടതാണ്, പ്രധാനമാണെന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും. Lord Jesus, thank you very much for waking us up. Thank you for a beautiful day. Thank you for our children, Father God. Thank you for our loved ones. Please let this food be a nourishment to our bodies. We give you praise and we give you thanks. In Jesus' name, amen. ഏത് സമയത്തും ഏത് നേരത്തും നാം ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നുവെങ്കിൽ അവിടെ നമുക്ക് ഒരിക്കലും പരാജയം ഉണ്ടാവുകയില്ല. ഇത് ഇവരെ കണ്ട് പഠിക്കേണ്ടത് ആവശ്യമാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇവരൊക്കെ നിസാരക്കാരല്ല. ഈ ലോകത്തിൽ ഏറ്റവും അറിയപ്പെടുന്നവരും ഒരുപാട് ധനമുള്ളവരും ഒക്കെയാണിവർ. എന്നാൽ എന്തു തന്നെ ഇരുന്നാലും തങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ മുമ്പിൽ ഇരുന്നു കൊണ്ട് കർത്താവായ യേശു ക്രിസ്തുവിനെ ഒന്ന് ഓർത്തിട്ട് പ്രാർത്ഥിച്ചിട്ട് കഴിക്കുമ്പോൾ അതിൽ കിട്ടുന്ന തൃപ്തി അവർക്ക് ഏറ്റവും വിലപ്പെട്ടതാണെന്ന് അവർ തന്നെ പറയുകയാണ്. സ്തോത്രം. ഇത് കാണുന്ന എൻ്റെ സഹോദരങ്ങൾ, സഹോദരിമാർ ഒന്ന് അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യമാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഏത് സമയത്തും എപ്പോഴും കർത്താവായ യേശു ക്രിസ്തുവിനെ വിളിച്ചൊന്ന് പ്രാർത്ഥിച്ച് ഉള്ള കാര്യങ്ങൾ ചെയ്യുമെങ്കിൽ അവിടെ ഒരിക്കലും പരാജയമുണ്ടാവുകയില്ല. അത് ഉറപ്പാണ്. സ്തോത്രം. Blessed prayer. Bow our heads. Lord Jesus, thank you very much for waking us up. Thank you for a beautiful day. Thank you for our children, Father God. Thank you for our loved ones. Please let this food be a nourishment to our bodies. We give you praise and we give you thanks. In Jesus' name, amen. സ്തോത്രം. പ്രിയ സഹോദരങ്ങളെ, കണ്ടല്ലോ, ആഹാരത്തിൻ്റെ മുമ്പിൽ ഇരുന്നു കൊണ്ട് കർത്താവിനെ ഓർത്തുകൊണ്ട് കർത്താവിൻ്റെ നാമത്തെ സ്തുതിച്ചുകൊണ്ട് അവർക്ക് മാത്രമല്ല അവരുടെ മക്കൾക്ക് വേണ്ടിയും പ്രാർത്ഥിച്ചുകൊണ്ട് അവർ ആ ഭക്ഷണത്തെ കഴിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇത് എല്ലാവർക്കും ഇതൊരു അനുഭവം, ഒരു പാഠമായിരിക്കണം. എന്തുകൊണ്ടെന്നാൽ നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുന്ന ഓരോ സമയവും ഓരോ സെക്കൻഡും ദൈവം നമുക്ക് തരുന്ന ദാനമാണെന്ന് നാം എപ്പോഴും ഓർക്കണം. നമ്മൾ ഒരിക്കലും ദൈവത്തെ മറന്നു കളയരുത്. ദൈവം ഈ ഭൂമിയിൽ നമ്മളെ വച്ചിരിക്കുന്നുവെങ്കിൽ ഓരോ സെക്കൻഡും ദൈവം തരുന്ന ദാനമാണെന്ന് നാം മനസ്സിലാക്കിക്കൊണ്ട് നാം എന്ത് ചെയ്താലും എവിടെയും നമ്മുടെ കർത്താവിനെ ഓർത്തുകൊണ്ട് നാം പ്രാർത്ഥനാപൂർവ്വം നാം ജീവിക്കുന്നുവെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും പരാജയം എന്നുള്ളത് സംഭവിക്കുകയില്ല. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യ ലേഖനത്തിൽ 1 കൊരിന്ത്യർ 10-ാമത്തെ അധ്യായം 31-ാമത്തെ വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് ഇപ്രകാരം പറയുന്നു: ആകയാൽ നിങ്ങൾ തിന്നാലും കുടിച്ചാലും എന്ത് ചെയ്താലും എല്ലാം ദൈവത്തിൻ്റെ മഹത്വത്തിനായി ചെയ്യുവിൻ. തിന്നാലും ശരി, കുടിച്ചാലും ശരി, എന്ത് ചെയ്താലും ദൈവത്തിൻ്റെ മഹത്വത്തിനായി ചെയ്യുവിൻ. പ്രിയമുള്ളവരെ, അതെ, നമ്മൾ എന്ത് ചെയ്താലും ശരി, നമ്മൾ ചെയ്യുന്ന ജോലിയിലും ദൈവത്തെ കാണുക,
ഭവനത്തിൽ ദൈവത്തെ കാണുക, സഞ്ചരിക്കുന്ന വഴികളിൽ ദൈവത്തെ കാണുക, നാം നടക്കുമ്പോൾ ദൈവത്തെ കാണുക, കിടക്കുമ്പോൾ ദൈവത്തെ കാണുക. എപ്പോഴും നാം ദൈവത്തെ കാണുക. ഉറങ്ങാൻ കിടക്കുമ്പോഴും നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ട്, നമ്മൾ ദൈവത്തെ ഒന്ന് ധ്യാനിച്ചുകൊണ്ട്, കർത്താവിൻ്റെ കയ്യിൽ നമ്മളെ ഏൽപ്പിച്ചുകൊണ്ട് നമ്മൾ കിടന്നിറങ്ങുമെങ്കിൽ തീർച്ചയായും അന്നത്തെ ദിവസം നമുക്ക് ഉറക്കം ലഭിക്കും. കാരണം ദൈവത്തിൻ്റെ കരങ്ങളിലാണ് നമ്മളെ ഏൽപ്പിച്ചുകൊണ്ട് കിടക്കുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ കരങ്ങളിൽ നമ്മളെ ഏൽപ്പിക്കണമെങ്കിൽ നമുക്ക് ദൈവത്തിൽ ആഴമായ വിശ്വാസം വേണം. ദൈവത്തിൽ ആഴമായ വിശ്വാസമുണ്ടെങ്കിലേ നമുക്കിത് ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ. പ്രിയമുള്ള സഹോദരങ്ങളെ, അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളെ, എൻ്റെ പ്രിയ സഹോദരങ്ങളെ, എല്ലാവരും ഇതേപോലെ ദൈവഭക്തിയിൽ മുമ്പോട്ട് പോകുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ഓരോരുത്തരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ഈ സമയം പ്രാർത്ഥിക്കുന്നു. ദൈവം അതിനുള്ള കൃപ നൽകട്ടെ. എനിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുക. അതുപോലെ നിങ്ങൾ ഈ വീഡിയോ അനേകർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അനേകർ കാണട്ടെ. ഇങ്ങനെയുള്ള അനുഭവമില്ലാതെ, വിശ്വാസമില്ലാതെ ജീവിക്കുന്ന, ദൈവമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് അകന്ന് ജീവിക്കുന്ന എല്ലാവരും ഇതറിയണം, കാണട്ടെ, ദൈവത്തോട് കൂടുതൽ അടുക്കട്ടെ. സ്തോത്രം. പ്രിയ സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ പ്രവൃത്തി ഇപ്പോൾ എത്ര ശക്തമായി നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് അറിയാമോ? ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോ ചെയ്തു. അതിൽ പാകിസ്ഥാനിലുള്ള ആ ഒരു MP, റോമാ മുസ്താഖ് എന്ന് പറയുന്ന MP, അവൾ കർത്താവിൻ്റെ നാമത്തെ ഉയർത്തി സംസാരിക്കുന്ന ആ ഒരു സംസാരം ലോകമെല്ലാം ഇന്ന് വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. ലോകമെല്ലാം വൈറലായിക്കൊണ്ടിരിക്കുന്നു. അവൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തെ അവരുടെ ആ നിയമസഭയിൽ പ്രസംഗിക്കുന്നത്. കർത്താവ് എവിടെയെല്ലാം പ്രവർത്തിക്കുന്നുവെന്ന് നാം നോക്കണം. ആ ദൈവം ഇന്ന് ജീവിക്കുന്നു, നമ്മളോടുകൂടെ, ലോകാവസാനത്തോളം നമ്മളോടുകൂടെ ഉണ്ടെന്ന് അവൻ വാക്ക് തന്നതാണ്. അതുകൊണ്ട് നമ്മളെ ഒരിക്കലും അവൻ കൈവിടുകയില്ല എന്നുള്ള ഉറപ്പ് നമുക്ക് വേണം. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്താലും ദൈവത്തെ ഓർത്തുകൊണ്ട് ചെയ്യുമെങ്കിൽ നമുക്കൊരിക്കലും പരാജയം ഉണ്ടാകുകയില്ല. പ്രിയ സഹോദരങ്ങളെ, ഒരിക്കലും പരാജയം ഉണ്ടാകുകയില്ല. അങ്ങനെ ജീവിക്കുവാൻ ദൈവം നിങ്ങളെ എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. വീണ്ടും ഒരിക്കൽ കൂടെ ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നു, ഈ ചാനൽ ഷെയർ ചെയ്ത് കൊടുക്കുക. ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അത് നിങ്ങൾക്കും അത് പ്രയോജനമുള്ളതായിത്തീരും. സ്തോത്രം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.